പ്രേമ, ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഇപ്പോൾ കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു ചിത്രം? കഴിയുമായിരിക്കും, കഴിയേണ്ടതാണ് എന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നടപടിയാകുമെന്നുള്ള സാധ്യത ദൂരെ നീണ്ടു പോവുകയാണ്. ചർച്ച വളരെ പ്രോഗ്രസീവായിട്ട് നീങ്ങുന്നു എന്നാണ് വന്ന വാർത്തകൾ. പക്ഷേ ഇപ്പോൾ ട്രംപ് അതിൽ യൂട്ടേൺ എടുത്തു എന്നുള്ള വാർത്തയും വരുന്നു. അങ്ങനെ ധൃതി പിടിച്ചൊരു ഡീലൊന്നും ഉണ്ടാക്കേണ്ടെന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിടുന്ന രാഷ്ട്രീയ സമ്മർദ്ദമാണ്. തമിഴ്നാടെന്ന വായു വന്നു. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ ഒരു വിഭാഗം ഇദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാടെടുത്തേക്കാണ്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ധാരണ അത് ഭൂരിഭാഗവും ഇറാന് അനുകൂലമാണ്. ഇറാൻ്റെ ഡിമാൻഡുകൾ ഏതാണ്ട് പരിപൂർണമായി അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒത്തുതീർപ്പ് ധാരണയിലാണ് ചർച്ച നടക്കുന്നതെന്നുള്ള വിമർശനം പാർട്ടിക്കുള്ളിലുണ്ടാകും, അദ്ദേഹത്തിന്റെ പാർട്ടി. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പതുക്കെ ഒന്ന് ബ്രേക്ക് ചവിട്ടിയേക്കുന്നത്. പക്ഷേ എത്രത്തോളം ഉണ്ടാകും എന്ന് അറിയില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അടുത്ത നിമിഷം ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി എന്നും വരാം. പക്ഷെ നിലവിൽ സാഹചര്യത്തിൽ ചർച്ച വളരെ പ്രോഗ്രസീവായിട്ട് നീങ്ങുന്നു എന്നുള്ള പ്രതീക്ഷ തൽക്കാലം വേണ്ട എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പം നിലവിലുള്ള സൂചനകൾ പ്രകാരം ഇവരെന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നറിയണമല്ലോ. നിലവിൽ കഴിഞ്ഞ ഏപ്രിൽ തുടക്കം മുതൽ അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ വെടിനിർത്തൽ വരുന്ന 60 ദിവസത്തേക്ക് നീട്ടുക, 2 മാസത്തേക്ക് നീട്ടുക എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയം. അതിനിടയിൽ ഈ ഹോർമൂസ് പരിപൂർണമായി സ്വതന്ത്രമായി തുറക്കുക, അവിടെയുള്ള എല്ലാ സൈനിക ഉപരോധങ്ങളും പിൻവലിച്ച് സ്വതന്ത്രമായിട്ട് കപ്പലുകൾ കടന്നു പോകാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുക. മൂന്നാമത്തതാണ് ഏറ്റവും കുഴപ്പം പിടിച്ച കേസ്, ഈ ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ച. ആണവ പദ്ധതികളുമായിട്ട് ഇറാന് തുടർന്നു പോകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവിടെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അത് മറ്റെവിടത്തെങ്കിലും മാറ്റണോ, അതിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഏത് ധാരണയിലെത്തും, ഈ 3 വിഷയങ്ങളിലാണ് ചർച്ച വന്നേക്കുന്നത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം, നേരത്തെ ചില സൂചനകൾ വന്നത് വളരെ പ്രോഗ്രസീവായിട്ട് ചർച്ചകൾ പോകുന്നു, ഉടനെ തന്നെ ഒരു ഡീൽ ഉണ്ടാകും എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസും ഒക്കെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 2 കൂട്ടർക്കും മതിയായ സമയം വേണം, ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട, വളരെ സമയമെടുത്ത് ഓരോ കാര്യം വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ടീം നിർത്തേണ്ടത്. ഇറാന്റെ ആവശ്യമല്ല എന്ന രീതിയിലേക്ക് പോകുന്ന. അതെ. കാരണം അറിയാമല്ലോ, കാര്യം ഈ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഊർജ്ജ പ്രതിസന്ധിയും ഉണ്ടായിട്ടുണ്ട്. അതെ, ഈ മൊത്തത്തിൽ വികാരം അമേരിക്കയ്ക്ക് എതിരായിട്ടുണ്ട്. അമേരിക്കയുടെ സഖ്യകക്ഷികളും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ട്രംപിന്റെ ഒറ്റ ദീർഘവീക്ഷണമില്ലായ്മയാണ്. ഇസ്രയേലാണ് ഇതിനകത്ത്. അത് അറിയാമല്ലോ, ഈ ഇസ്രയേല് വലിയ രീതിയിൽ ട്രംപിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു എന്നുള്ള ആക്ഷേപമുണ്ട്. വാസ്തവത്തിൽ ഈ യുദ്ധം കൊണ്ട് എന്തെങ്കിലും ഒരു ധാർമ്മിക വിജയം അല്ലെങ്കിൽ ഒരു വിജയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഉണ്ടായിരിക്കുന്ന ഇറാനാണ് എന്ന് അടിവരായിട്ട് പറയേണ്ടി വരും. ഇസ്രയേലിനും അവർക്ക് ചില കാര്യങ്ങളിൽ നേട്ടമുണ്ടായി, സമ്പൂർണ്ണ നഷ്ടം ഉണ്ടായത് അമേരിക്കയ്ക്കാണ്. കാര്യം സൈനികരെ നഷ്ടപ്പെട്ട് സൈനിക ഉപകരണങ്ങൾ നഷ്ടം വന്നു, നാണക്കേടായി. ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോലും ഇപ്പോൾ സംശയത്തിലാണ്. കാര്യം ആ രാജ്യത്ത് 2 തരം അഭിപ്രായങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടായി, ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി, അതാണ് ഏറ്റവും സുപ്രധാനം. ഈ ഒരു ഡീൽ ഉണ്ടായി യുദ്ധം അവസാനിക്കും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകാനായിട്ടുള്ള മറ്റൊരു കാരണമുണ്ട്. ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് എവിടെയെങ്കിലും ഒരു യുദ്ധം അവസാനിപ്പിച്ചാൽ അടുത്തത് തുടങ്ങണം. അപ്പോൾ ഇറാനിൽ ഉള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പിൻവലിച്ചു കൊണ്ടുപോയി ക്യൂബയിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടി. ക്യൂബയിൽ അവിടെ സൈനിക പരിപാടികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ യുദ്ധം അധിക നാൾ നീണ്ടു നിൽക്കില്ല, അമേരിക്കയുടെ ഫോക്കസ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ള ചില പ്രതീതികളൊക്കെ വന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറി. ഈ ചർച്ച ഇനി എത്ര നേരം മുമ്പോട്ട് പോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാൻ. ഏറ്റവും പ്രധാനമായ 2-3 കാര്യങ്ങളിലാണ് തർക്കമുള്ളത്. ഒന്ന്, ഇറാൻ പറയുന്നു ഹോർമൂസ് പരിപൂർണമായി ഞങ്ങളുടെ നിയന്ത്രണത്തിൽ വരണം, അത് അമേരിക്ക അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടാനുള്ള 2 പേരും തമ്മിൽ ധാരണ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഹോർമൂസ് തുറക്കുമ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഇതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം നിങ്ങൾ പരിഹരിച്ചു തരണം. 2, നിങ്ങളുടെ രാജ്യത്ത് പണ്ട് അമേരിക്കയും ഇറാനും സഖ്യത്തിലായിരുന്ന സമയത്ത് ഇറാൻ്റെ കോടിക്കണക്കിന് രൂപ അമേരിക്കയിലെ പല ഡെപ്പോസിറ്റുകളിലായിട്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ പല കമ്പനികളുടെയും പല നിക്ഷേപങ്ങളും അമേരിക്ക ഇടപെട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം
ഡീഫ്രീസ് ചെയ്യണം, അതെല്ലാം വിട്ടുകിട്ടണം. പിന്നെ ഉള്ള തർക്കം ഈ ആണവ പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ചാണ്. ഇറാൻ ആണയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആണവ പദ്ധതികൾ ഉപയോഗിക്കുള്ളൂ. പക്ഷെ അവരുടെ കയ്യിൽ നിലവിലെ കണക്കുകൾ പ്രകാരം 60% വരെ സമ്പുഷ്ടീകരിച്ച 440 കിലോ യുറേനിയം ഉണ്ട്. അത് ഒരു 90% ആക്കുകയാണെങ്കിൽ അത് വെപ്പൺ ഗ്രേഡായിട്ട് മാറും. അത് ആണവ ആയുധമാക്കി അതിനെ മാറ്റാം. അതിന് വലിയ സാങ്കേതിക പ്രോസസ്സിംഗ് ഒന്നും അധികം അവശേഷിക്കുന്നില്ല, വളരെ പെട്ടെന്ന് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇറാന്റെ കയ്യിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാകാനേ പാടില്ല, അത് അമേരിക്കയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇറാൻ അത് ജമ്മം ചെയ്താൽ സമ്മതിക്കില്ല. അതെ, അത് റഷ്യക്ക് കൈമാറാം എന്നുള്ളതാണ് കാര്യം. റഷ്യ കൊടുത്ത ആണവ ഇന്ധനമാണ് വാസ്തവത്തിൽ ഇത്. അത് ഇറാൻ തന്നെ പറയുന്നുണ്ട്. ഇറാൻ തന്നെ പറയുന്നുണ്ട്, പക്ഷെ അത് അമേരിക്ക അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. കാര്യം റഷ്യയും ഇറാനുമായിട്ട് വലിയ സൗഹൃദത്തിനും സഖ്യത്തിനും സംശയവും. കാരണം ഈ സമാധാന ചർച്ച ഏതെങ്കിലും തരത്തിലൊന്ന് അലസിപ്പിരിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ റഷ്യ ഈ യുറേനിയം തിരിച്ച് ഇറാനിൽ തന്നെ കൊണ്ട് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പൊ റഷ്യക്ക് കൈമാറുന്നതിനോട് അമേരിക്കക്ക് താല്പര്യം. അതെ, അമേരിക്കക്ക് താല്പര്യമില്ല. ഒരു പക്ഷേ പാകിസ്ഥാനിലേക്ക് കൊടുക്കുന്നത് അമേരിക്ക അംഗീകരിച്ചെന്നിരിക്കും. കാര്യം പാകിസ്ഥാൻ അമേരിക്കയുടെ വിനീത വിധേയനായതുകൊണ്ട്. പക്ഷെ അത് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് ഇല്ല. അതെ, അത് പാകിസ്ഥാന്റെ കയ്യിലോട്ടൊക്കെ ഇത് ആണവ ഇന്ധനം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതിനൊന്നും ഒരു ഗ്യാരണ്ടിയും കൊടുക്കാനും പറ്റില്ല. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ സംരക്ഷിച്ച് നിർത്താനുള്ള ഇതൊക്കെ വേണ്ട, അത്രയും വലിയ കപ്പാസിറ്റി. അതാണ് കാരണം. ഇത് ഫോർദോസ്, അതേപോലെ മറ്റ് പേര് ഞാൻ മറന്നുപോയി, ഈ പറയുന്ന ആണവ നിലയങ്ങളിലാണ് ഇതുണ്ടായിരുന്നത്. അവിടെ ഇപ്പോഴല്ല, മുമ്പ് ഒരു 12 ദിവസം നീണ്ടു നടന്ന യുദ്ധത്തിൽ അമേരിക്ക കൊണ്ടുപോയി ആ ആണവ നിലയങ്ങളിൽ ബോംബിട്ട് ഈ പറയുന്ന സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ആണവ ഇന്ധനം ഭൂമിക്കടിയിൽ മൂടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ അമേരിക്ക രഹസ്യമായി കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ബോംബാക്രമണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് അവിടെ നിന്ന് കൂറ്റൻ ട്രക്കുകളിൽ കയറ്റി എങ്ങോട്ടോ മാറ്റി എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇതേതായാലും ഇറാന്റെ കൈവശം ഉണ്ട്. എവിടെ ഒന്നെങ്കിൽ ഭൂമിക്കടിയിലുണ്ട്, അല്ലെങ്കിൽ അവർ സുരക്ഷിതമായി എവിടെയോ വെച്ചിട്ടുണ്ട്. അത് കൈമാറുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ ഒരു സംഗതിയാണ്. പിന്നെ രണ്ട് ഈ പറയുന്ന കടലെടുക്കിലെ വിഷയം, ഈ ഹോർമോസ് കടലെടുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ലോകത്തെ എണ്ണ പ്രോസസ്സിങ്, ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഏതാണ്ട് 20% പോകുന്നത് ഈ പറയുന്ന ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. അപ്പോൾ ഇതുകൊണ്ട് അതിനൊരു ബദൽ സാധ്യതകൾ വളരെ കുറവുമാണ്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ അതിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടടക്കം പോകുന്നതിന് ഏക മാർഗവും ഇതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമില്ല, കാര്യം അവർക്ക് സ്വന്തമായ വലിയ കരുതൽ ശേഖരമുണ്ട്. ഇപ്പോൾ വെനസ്വേലയും പിടിച്ചടക്കി വെച്ചിരിക്കുന്ന കാരണം അവർക്ക് വലിയ ടെൻഷനില്ല. പക്ഷേ അമേരിക്കയുടെ ചങ്ങാതി രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ യുദ്ധം കൊണ്ട് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യയിലേക്ക് വരേണ്ട 47% ക്രൂഡ് ഓയിൽ വന്നുകൊണ്ടിരുന്നത് ഈ ഷിപ്മെന്റ് വഴിയാണ്. പക്ഷേ ഇന്ത്യ അവിടെ ബുദ്ധിപരമായിട്ടുള്ള മറ്റൊരു കാര്യം ചെയ്തു. ഇന്ത്യ ബദൽ മാർഗങ്ങൾ നോക്കി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്, UAE-യുമായിട്ട് സുപ്രധാനമായൊരു കരാറിൽ ഏർപ്പെടുന്നു. അപ്പോൾ ബദൽ സാധ്യതകൾ തേടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധ്യമായ കാര്യമല്ല. അവർക്ക് സാധ്യമാകണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായ വഴി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അതിന് അമേരിക്ക അനുമതി കൊടുക്കത്തുമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ട്രംപ് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സമ്മർദ്ദം തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് അമേരിക്കയിലുണ്ടായ എന്താ പറയുക വിശ്വാസഭംഗം അത് വീണ്ടെടുക്കുക, തനിക്കുണ്ടായ രാഷ്ട്രീയമായി ഉണ്ടായ പിന്തുണ വീണ്ടെടുക്കുക, അതോടൊപ്പം ഈ യുദ്ധത്തിൽ ഞാനാണ് ജയിച്ചത് എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ പ്രഖ്യാപനം അങ്ങനെയും ചില മധ്യസ്ഥ ചർച്ചകൾ വന്നു. നിങ്ങൾ വിജയിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ടെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഗുണകരമായ ഏതെങ്കിലും റിസൾട്ട് ഉടനെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ വേണ്ട. ചില മാധ്യമങ്ങൾക്ക് വഴി നമ്മൾ അറിയുന്നത് ഇത് യുദ്ധം തീരും എന്നാണ് കരുതുന്നത്. പക്ഷെ ഇപ്പോൾ വീണ്ടും പറയുന്നത് അങ്ങനെ അങ്ങ് തീരാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് തുടങ്ങി വെച്ചത് അമേരിക്കയാണെങ്കിലും ഇപ്പോൾ പന്ത് ഇറാന്റെ കോർട്ടിലാണ് ഉള്ളത്. അവർ വളരെ അതെ, കാര്യം ഈ ഹോർമോസ് കടലെടുക്ക് എന്ന് പറഞ്ഞ ചെറിയ പുള്ളിയൊന്നും അല്ല. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞ് ഇറാന് പരമാവധി വിലപേശാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല അത്ര കണ്ട് പേടിക്കുന്നുമില്ല. പിന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനോടുള്ളൊരു ഭയം, ഈ രണ്ടുപേരും ഇതുവരെ നടത്തിയ യുദ്ധത്തിന്റെ ഫലമായിട്ട് അവർ കൊണ്ടുവന്ന പടക്കോപ്പുകളിൽ പകുതിയിലധികം തീർന്നു. അപ്പോൾ ചില റിപ്പോർട്ടുകൾ പറയുന്നത് വാസ്തവമാണെങ്കിൽ ഇറാൻ അവരുടെ സവിശേഷമായ ആയുധങ്ങൾ ഇതുവരെ പുറത്തെടുത്തിട്ട് പോലുമില്ല.
ചില ഡ്രോണുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. ശരിക്കും ഈ രണ്ട് രാജ്യങ്ങളും ഭയക്കുന്നുണ്ട്, ഇസ്രയേലും US-ഉം. അതെ, കാര്യം ഇനി ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒരു കൂട്ടർക്ക് മാത്രമല്ല. നേരത്തെ ഇറാനെ ഏകപക്ഷീയമായി കടന്നാക്രമിക്കുകയായിരുന്നെങ്കിൽ ഇനി യുദ്ധം നീണ്ടുപോയാൽ അത് ഇരു കൂട്ടർക്കും അതുകൊണ്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും, വലിയ നഷ്ടങ്ങൾ ഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ഇറാൻ ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിധി വരെ നിന്നു കൊടുക്കുക എന്നല്ലാണ്ട് ട്രംപിന്റെ ഗൾഫ് കൺട്രീസ് ഒക്കെ തന്നെ തിരിഞ്ഞിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ട്രംപിന്റെ മുമ്പിൽ മറ്റു മാർഗങ്ങൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പരമാവധി തനിക്ക് ഫേവർ ആയ ഒരു ഡീലിനെ കുറിച്ചുള്ള ചർച്ചകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രംപ് ഈ കിടന്ന് ഇട്ട് ചവിട്ടുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്.